നിങ്ങളുടെ MLA മറ്റെല്ലാവർക്കും ഒക്കെ ഇതുകൊണ്ട് അവർ നിങ്ങളോട് സംസാരിക്കും. എനിക്ക് ചർച്ചയിലെ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് നിങ്ങളുടെ അനുമതിയോടുകൂടി ഞാൻ പോകും എന്ന് പറയുന്നു. ഇന്ന് ഈ ധാരണയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഉമ്മൻചാണ്ടി സാറിനോടുള്ള എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. സമരപ്രഖ്യാപനത്തിനായി ആദരണീയനായ DP MLA ശ്രീ A. ശിവകുമാർ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, സംഘടനയുടെ ബഹുമാനിയായ പ്രതിപക്ഷ നേതാവ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആക്ടീവ് പ്രസിഡന്റ് കോശി മുൻ DCC പ്രസിഡന്റ് KPCC നിർവാഹക അംഗം ശ്രീ സഭാശ്രീ തുടങ്ങി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരെ, സ്നേഹസമ്പന്നരായ നാട്ടുകാരെ, സഹപ്രവർത്തകരെ, കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ ആരംഭിച്ചിരിക്കുന്ന ഈ സമരപരിപാടി ഏറ്റവും ഗൗരവമുള്ളതും പ്രാധാന്യമേറിയതുമാണ് എന്ന് ഞാൻ കരുതുകയാണ്. നമുക്കറിയാം, ഇന്ന് ജലഗതാഗത മാർഗം യാത്ര, പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രദേശം എന്ന് പറയുന്നത് വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കുട്ടനാടും ആലപ്പുഴയും ഒക്കെ അതനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒട്ടേറെ ബൃഹത്തായിട്ടുണ്ട്. എന്നാൽ അതിനനുസൃതമായി ഈ ജലഗതാഗത പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാത്ത സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വാട്ടർ ട്രാൻസ്പോർട്ട് ഡയറക്ടറേറ്റ് ഇങ്ങനെ പോയാൽ എന്തായി തീരുമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും വളരെ ഗൗരവമായി ചിന്തിക്കാം. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാമെന്നതിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട ഘട്ടമല്ല. ഭൂമിയുടെ എത്രയോ ജീവനുകൾ പന്താടുന്നു. ഈ കഴിഞ്ഞ ദിവസം അതിനുശേഷവും നമ്മുടെ ഈ ചാനലുകളിലൂടെ ഒരുപാട് ദൃശ്യങ്ങളൊന്നും കാണുകയെ വളരെ കണക്കുകളായി ഫലിയായി ഉപയോഗിക്കുന്ന ആ വനങ്ങളുടെ ശോചനീയമായ അവസ്ഥ, അവിടെ മെക്കനൈസ്ഡ് ബോർഡ് വേണ്ട അതിന്റെ അതീവ ഗൗരവമുള്ള വിഷയങ്ങൾ ഇതൊന്നും കാണാതെ പോകുന്നത് കാണുന്നത്. ഇതിനെക്കുറിച്ചൊന്നും താല്പര്യമില്ലാത്ത ഒരു ജലഗതാഗത വകുപ്പ് ഈ നാടിന്റെ ജനപ്രതിനിധികളടക്കം അതിന്റെ ഗൗരവം കണ്ടിട്ടുണ്ടോ? ഇല്ല എന്ന് ചിന്തിക്കാനാണ് കഴിയുമോ? വളരെ ദയനീയമായ അവസ്ഥ. ഒരു കരിങ്കല്ലിൽ വിട്ടുപോയ ഗവൺമെന്റിന്റെ ബാലൻസ് ശരിയാക്കുമെന്ന് പറഞ്ഞാൽ ഇത് ഏത് യുഗത്തിലേക്ക് തിരിച്ചുപോയിരിക്കുന്നു? നമ്മുടെ നാടിനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഭരണാധികാരികളെ കുറിച്ച് നമുക്ക് കൂടുതൽ പുരോഗതിയിലേക്ക് നാടിനെ കൊണ്ടുവരിക, ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസൃതമായ പോരാട്ടങ്ങളിലേക്ക് പോകാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ഒരു സംഘടനാ പ്രവർത്തനമായി ഞാൻ ഇതിനെ കണ്ടുകൊണ്ട് ഇതിനെല്ലാ ഭാവങ്ങളും മംഗളങ്ങളും നേർന്നുകൊണ്ട് ഈ സമരം ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമായി നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വരട്ടെ എന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരും വിജയങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നടത്തുന്നു. നന്ദി, നമസ്കാരം. Come on!
ഞങ്ങൾ ഈ രംഗത്തേക്ക് വരാനുണ്ടായ ചില കാര്യങ്ങൾ കൂടി എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. വിഭാഗത്തിലുള്ള അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളും ജീവനക്കാരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതുമായ മറ്റൊരു ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റേതായ സംഘടനകളുടെ ഡ്രൈവേഴ്സ് യൂണിയൻ, ട്രാവൽ അസോസിയേഷൻ, ഗ്യാസ് യൂണിയൻ, റോഡ് അസോസിയേഷൻ തുടങ്ങിയ പല സംഘടനകൾ ഈ ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തുന്നതെങ്കിലും നടത്തുന്നതിന് പല ആവശ്യങ്ങൾ ചെയ്തിട്ടുള്ളപ്പോഴും എന്തുകൊണ്ട് കോൺഗ്രസ് ചിന്താഗതികൾ ഈ സംഘടന കോൺഗ്രസ് പ്രസ്ഥാനത്തിനായ ഇന്ത്യ അസോസിയേഷനിൽ പ്രവർത്തിക്കുന്ന കാലത്ത് പോലും ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ആരംഭം കൊടുക്കുവാൻ ഉള്ള ശ്രമം നടത്തേണ്ടിവന്നു എന്ന് നിങ്ങളോട് ചിന്തിക്കണം. ഇത് ഞങ്ങൾ ചിന്തിക്കാനുണ്ടായിരുന്നു. ജീവനക്കാരെ നിയമനങ്ങളുമായ അനവധി നിരവധി പ്രശ്നങ്ങൾ പല കാറ്റഗറിക്കൽ സംഘടനകൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യം ഉന്നയിക്കുകയും അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുകയൊക്കെ ചെയ്യുമെങ്കിൽ പോലും വളരെ പ്രായമുള്ള ഒരുപാട് കാര്യങ്ങൾ അവശേഷിക്കുകയാണ്. 2013 വ്യത്യസ്തമായ പ്രഭാഷകർ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരെ കിട്ടുന്ന പ്രമോഷൻ നമ്മൾ കണക്കൂട്ടുകയാണെങ്കിൽ, നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ, നിങ്ങൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ സമാന സ്വഭാവമുള്ള IT, KSRTC തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ പ്രമോഷൻ സ്കെയിലുകളെ പറ്റി ആലോചിക്കുന്നുണ്ട്. നമ്മൾ പ്രമോഷൻ സ്കെയിലിൽ മാത്രം നിരവധി കാര്യങ്ങൾ. ഒന്ന്, ട്രാൻസ്പോർട്ട് വിഭാഗത്തിൽ നമ്മുടെ സമാന സ്വഭാവമുള്ള ട്രാൻസ്പോർട്ട് വിഭാഗത്തിൽ ഡ്രൈവർക്ക് പ്രമോഷനുണ്ട്. നമ്മുടെ ഡ്രൈവർ ഗസറ്റ് റാങ്കിലൂടെ പോകുമ്പോൾ, KSRTC ഗസറ്റ് റാങ്കിലൂടെ പോകുമ്പോൾ അവരോട് റിസ്ക് അലവൻസ് പോലും അനുവദിക്കണമെന്ന് ഇന്നുവരെയും ആവശ്യപ്പെടുവാൻ, അല്ലെങ്കിൽ ഈ റിസ്ക് അലവൻസിന് അർഹതപ്പെട്ട ജോലിയാണ് എന്ന് പ്രഖ്യാപിക്കുവാൻ, പറയുവാൻ, ശബ്ദം ഉയർത്തുവാൻ ഈ രാജ്യത്തെ എല്ലാ ഒറ്റസഭകളും ഉണ്ടായിരുന്നില്ല എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ കൊള്ളാം. അങ്ങനെ വ്യത്യസ്തമായി മാത്രമേ കാണിക്കുന്നുള്ളൂ. വ്യത്യസ്തമായ ജീവനക്കാരന് അർഹമായി ലഭിക്കേണ്ട ജീവനക്കാരന് അവകാശം സംസ്ഥാന ജനഗണമന സംസ്ഥാന നേതാക്കളായ ഉണർന്നിട്ട് ഉറക്കം നടിക്കുന്ന അധികാരവർഗത്തെ ഒന്ന് പിടിച്ചു കൊടുക്കുന്നതിൽ അവരുടെ ശ്രദ്ധ ഈ പ്രശ്നത്തിൽ ഉണ്ടാവുകയും അവര് മണിക്കൂറുകളോളം നിന്ന് ഞങ്ങളുടെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ടൈമുകൾ നോക്കാതെ, ഞങ്ങളെ വളരെ ടൈം നോക്കാതെ വരുന്ന ബോട്ടിന് കപ്പാസിറ്റി ആവും, ഉടനെ ബോട്ട് വിടും. കഴിക്കണം, വിശ്രമിക്കണം, മൂത്രമൊഴിക്കണം, യാതൊന്നും വകുപ്പ് അന്വേഷിക്കാറില്ല. അത്ര ആ ഒരു പ്രതിസന്ധിയിൽ ആണ് ഞങ്ങൾക്ക് പൊതുജനത്തിനെയും വകുപ്പിനെയും കണ്ണുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ നവംബർ 12-ാം തീയതി ഇത്ര ഗംഭീരമായ ഒരു ധർണ നടത്തിയിരിക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ എറണാകുളം മേഖലയിലെ സാധ്യതകളുണ്ട്. അതായത് കനാൽ റോഡ് അനുസരിച്ച് ഏതൊരു ഗെറ്റുകളിലും ബോട്ട് അടുപ്പിക്കുമ്പോൾ താങ്ങൂത്തി വേണം. താങ്ങൂത്തി ഒന്ന് ബോട്ട് അടുക്കുമ്പോൾ ബോട്ടിന് കയറേണ്ടതായില്ല. 2 ബോട്ട് അടുപ്പിക്കുന്ന ബോട്ട് കെട്ടി ഉറപ്പിച്ച് അനക്കം വരാതെ
വാസവ സമാധി നിവേദിച്ചിരിക്കുന്ന നേതാക്കന്മാരെ, ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കുട്ടനാട് അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് നന്നാക്കുവാൻ വേണ്ടി ഇതിനുവേണ്ടി യാതൊരുവിധ നടപടിയും എടുക്കാതെ ഒരു ഡയറക്ടർ തന്നെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി വളരെ നാളുകൾക്ക് ശേഷമാണ് ഇവിടെ ഒരു ഡയർ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ KK ഷാജു MLA ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു, സംസ്ഥാന ജലഗതാഗത വകുപ്പ് ഡിപ്പാർട്ട്മെന്റിൽ ബോട്ടുകൾ അധികമാണ്, ഒരു ബോട്ട് ഇല്ലെങ്കിൽ അടുത്ത ബോട്ട് വിടാനുള്ള സംവിധാനം ഇല്ലാതെ കുട്ടനാട്ടിലെ കിടക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ബോട്ടിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം യാത്രക്കാർ ഇന്ന് ഇക്കരെ പിടിക്കാൻ പറ്റാത്ത ഒരു കാര്യമായി തീർന്നിരിക്കുന്നു. എന്തിനു വേണ്ട ഒരു ആശുപത്രി പോകണമെങ്കിൽ നമ്മുടെ ബോട്ടിനെ പിന്നെ ഞാനൊന്ന് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഉത്സവങ്ങൾ വന്നാൽ, അതായത് എടത്തുവപ്പള്ളി ഉത്സവം വന്നാൽ, വൈക്കം അഷ്ടമി വന്നാൽ, അങ്ങനെ ഈ കൊല്ലത്ത് ഉത്സവം വന്നാൽ, ഇങ്ങനെ വിവിധ മേഖലകളിൽ ഉത്സവ സീസണായാൽ ഒരു ബോട്ട് അതായത് ഒരു ട്രിപ്പ് അല്ലെങ്കിൽ ഒരു സർവീസ് കട്ട് ചെയ്തുകൊണ്ടാണ് ആ ബോട്ടുകൾ. അതൊരു 5 ദിവസം അല്ലെങ്കിൽ ജലഗതാഗത വകുപ്പ് ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴം എത്ര വലുതാണ് എന്ന് പൊതുജനത്തെ ബോധ്യപ്പെടുത്തുന്നത് തന്നെയാണ്. ആധുനികനായ പ്രതിപക്ഷ നേതാവും MLA-മാരും മറ്റു നേതാക്കളും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഈ വകുപ്പിൽ ആളുകളും കെട്ടിച്ചമച്ച് ഈ വകുപ്പിനെ ഏതൊക്കെ രീതിയിൽ പ്രതിസന്ധിയിലാക്കാമോ ആ രീതിയിലൊക്കെ പ്രതിസന്ധിയിലാക്കി, നഷ്ടത്തിലാക്കി, കഷ്ടത്തിലാക്കി, ഇല്ലായ്മ ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് വർത്തമാനകാല ചരിത്രം വ്യാപിക്കുകയും വരുന്ന കാലത്തിൽ അവരുടെ യാത്ര സുഗമമാക്കുവാനും സുരക്ഷിതമാക്കുവാനും സർക്കാർ എത്രയും വേഗം സത്വര നടപടി കൈക്കൊണ്ടേ പറ്റൂ എന്നുള്ളതിന്റെ സമരത്തിന്റെ ആഹ്വാനമാണ്, തുടക്കമാണ് ധർണയും മാർച്ചും. നമ്മൾ പറയുന്നു, ജീവനക്കാരുടെ ആത്മാർത്ഥത ഇനിയും ഈ കാര്യത്തിലുണ്ടാവും. KTTC നടത്തുന്ന എല്ലാ കാറ്റഗറി വകുപ്പിലെ ജീവനക്കാരും കൈകോർത്തിരിക്കുന്ന ഒരു കൊടിക്കീഴിൽ, ഒരു കുടക്കീഴിൽ അണിനിരത്തിയിരിക്കുന്ന അങ്ങനെ ഇല്ലായ്മയിൽ നിന്ന് പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് അങ്ങനെ ആയിക്കൊള്ളുമെന്ന് പറഞ്ഞ് തള്ളി മാറ്റാനില്ലാതെ അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്ത് ആലപ്പുഴ നമുക്കറിയാം, ഏതാണ്ട് രാജാവിന്റെ കാലത്തുള്ള സ്റ്റേഷനാണ്. അവിടെ മൂത്രപ്പുറയില്ല, 10,000 വന്നിടത്ത് കുടിക്കാൻ വെള്ളമില്ല, 100 ജീവനക്കാർ അവിടെ അന്യം അമ്മമാരും നെഞ്ചത്ത് കൈവച്ചുകൊണ്ടാണ് ആ ബോട്ടിലേക്ക് കയറുന്നത്. അതുകൊണ്ട് ഫൈബർ ബോട്ടുകൾ പിൻവലിച്ചു.